ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May God's name be glorified. വീണ്ടും ഈ നിലയിൽ നിങ്ങളുടെ മുമ്പാകെ ദൈവവചനവുമായി നിൽപ്പാൻ വലിയവനായ ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. I thank my Lord for giving me another opportunity to be in front of you to share from the Word of God. ഒരു മനോഹര ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി. God has blessed us with another beautiful day. ദൈവത്തെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കി. To worship, to remember the Lord, He's enabled us to do that this morning. ഓരോ ദിവസവും വലിയവനായ ദൈവം നമ്മെ എത്രയോ അത്ഭുതകരമായി അതിശയകരമായി വഴി നടത്തുന്നു. The wonderful ways in which our Lord is leading us day by day. നാം ആഗ്രഹിക്കുകയും നനയ്ക്കുകയും ചെയ്യുന്നതിലൊക്കെ എത്രയോ അപ്പുറമായിട്ടാണ് വലിയവനായ ദൈവം നമ്മെ വഴി നടത്തുന്നത്. We realize that He takes care of us beyond the ways we imagine or consider. ക്രിസ്തീയ ജീവിതം നാം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ ആദം ഔവ മുതൽ ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വരെ അനേക പ്രതിസന്ധികളിലൂടെയാണ് ദൈവമക്കൾ കടന്നു പോകുന്നത്. When we look at the life from starting from Adam and Eve to those of us that are living in the 21st century, we have a lot of problems in our life. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം അത്ര സുഖകരമായിട്ടല്ല, എപ്പോഴും പ്രതിസന്ധികളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. As a child of God, we know that we go through different trials in our life. It's not a smooth journey. പഴയ നിയമകാലത്ത് ദൈവമക്കളുടെ ചരിത്രം നോക്കിയാലും പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വന്നാലും അനേക പ്രതിസന്ധികളെ തരണം ചെയ്താണ് ദൈവമക്കൾ മുന്നോട്ട് പോകുന്നത്. We see even in the lives of the Old Testament saints and even those in New Testament times that we all go through trials. They go through trials in their life. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ when we come into the New Testament, യേശുക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും നാം നോക്കുമ്പോൾ എല്ലാം ഒരു പ്രതിസന്ധികളുടെ മധ്യയാണ് കർത്താവ് അവിടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത്. When we see the miracles that the Lord Jesus Christ did in His earthly ministry, we see that all of those events were in the midst of trials. താൻ ചെയ്ത ആദ്യ അത്ഭുതമായ കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയത്, we see when the water was turned into wine in the wedding of Cana. അവിടെ വിരുന്നുകാരനായി ചെന്ന കർത്താവ് അവിടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കേണ്ടത്, അവിടെ വീഞ്ഞ് ഇല്ലാതെ വന്ന് അതൊരു അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് ആ അത്ഭുതം അവിടെ സംഭവിക്കുന്നത്. The one who came as a guest is converting or providing the wine as a host, and we see that they had a problem where they ran out of wine. പഴയ നിയമത്തിലാണെങ്കിലും അനേക പ്രതിസന്ധികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Even in the Old Testament we see His saints going through a lot of trials. ആദമിന്റെ ഔവയുടെ ജീവിതത്തിൽ, in Adam and Eve's, മുന്നോട്ട് തലമുറകൾ വരുമ്പോൾ ദാനിയേലിന്റെ ജീവിതത്തിൽ, as generations go forward, even in the life of Daniel, ചന്ദ്രക് മേശക് അബേദ്നെഗോവിന്റെ ജീവിതത്തിൽ, Shadrach, Meshach and Abednego in their lives. അങ്ങനെ ഇസ്രായേൽ മക്കൾ അവർ 40 വർഷം അവർ പ്രതിസന്ധിയിലൂടെ കടന്നുപോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. For 40 years we see the children of Israelites going through trials in their lives. പ്രതിസന്ധികൾ ദൈവമക്കളെ സംബന്ധിച്ച് വിടാതെ നമ്മുടെ കൂടെയുള്ള ഒരു കാര്യമാണ്. Problems is something that is a part and parcel of Christian living. എന്നാൽ നമുക്ക് ആശ്വസിക്കാനുള്ളത് അതിന്റെ മധ്യേ ദൈവം നമ്മളെ വഴി നടത്തും. And what we can find comfort is that our God will walk with us in the midst of them. നമ്മുടെ ദൈവം പറഞ്ഞിട്ടുള്ളത് ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല കൈവിടുകയില്ല എന്നുള്ളതാണ്. The promise that He has given you is that I will never leave you comfortless. നാം നനച്ചിരിക്കാത്ത സമയത്ത് അനേക പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. When we in the most unexpected times we see problems or trials. കഴിഞ്ഞ ദിവസം എൻ്റെ മനസ്സിലേക്ക് കടന്നത് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യങ്ങളാണ്. The one thing that came to my mind recently is Matthew's Gospel, chapter 14, reading from verse 13 onwards. നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. What we read there is something that we are very familiar with. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കർത്താവിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. We see the Lord feeding the 5,000 with 5 loaves of bread. അവിടെ ഉണ്ടായിരുന്ന പ്രതിസന്ധി തന്നെ ശ്രമിച്ച പുരുഷാരത്തിന് ഭക്ഷണമില്ല എന്നുള്ളതായിരുന്നു. And the problem that they faced at that time was that there was no food to provide to the people who are listening to Him. അങ്ങനെ ആദിയോടന്തം നാം വേദപുസ്തകം വായിക്കുമ്പോൾ അനേക പ്രതിസന്ധികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. And from beginning to the end we see problems one after the other. പ്രധാനമായിട്ട് 5 കാര്യങ്ങളാണ് എനിക്കിന്ന് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളോട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. In the short time I have, I want to share 5 main things with you. ദൈവമക്കളായ നമുക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസവും നാം ദൈവത്തെ ട്രസ്റ്റ് ചെയ്താണ് മുന്നോട്ട് നമ്മൾ പോകുന്നത്. How we face these trials is by trusting and having faith in our Lord Jesus Christ. ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടി
പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവ്, അല്ലെ നമുക്ക് വേണ്ടി മധ്യസ്ഥനായ ഒരു കർത്താവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് The സാധിക്കുന്നത്. first thing that I want to remind us this morning is that we have a Lord who prays, or a Lord who intercedes on our behalf. ഈ ഭാഗം ഞാൻ മുന്നോട്ട് വായിച്ച് ചെന്നപ്പോൾ അതിന്റെ 23-ാം വാക്യത്തിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോയ ഒരു കർത്താവിനെ നമുക്ക് അവിടെ കാണുവാൻ As we സാധിക്കും. continue reading this portion and I reach verse 23, we see a Lord who's setting time aside for prayer. ആ പുരുഷാരത്തെയൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം അവൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി സമയം കണ്ടെത്തിയതായിട്ട് കാണാം. We see that after dismissing the crowd, he's finding time to pray. നമ്മെ നന്നായി അറിയുന്ന ദൈവമാണ്. He knows us very well. നാം പ്രാർത്ഥിക്കുമ്പോഴും പുത്രന്റെ നാമത്തിലാണ്, നാം ഒരു മധ്യസ്ഥനെയാണ് അവിടെ കാണുന്നത്. Even when we pray in the name of our intercessor, the Lord Jesus Christ. It's in his name we pray. നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നാം നമ്മുടെ മധ്യസ്ഥനായ കർത്താവ് മുഖേനയാണ് നാം ദൈവത്തെ അറിയിക്കുന്നത്. It's through our Lord Jesus Christ that we let our heavenly Father know the pains and problems that we have. ആ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. There's nothing that happens in our life without our Lord knowing. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് We see സാധിക്കും. a Lord who prays, who intercedes on our behalf. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം, John chapter 17 verse 20. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. I pray not only for these but also for those who believe in me through their message. നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഒരു കർത്താവിനെ, ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് ഇവിടെയൊക്കെ കാണുവാനായിട്ട് We സാധിക്കുന്നത്. see a Lord who prays on our behalf. നമ്മുടെ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. Nothing happens to us without our Lord knowing. രണ്ടാമത്തെ പോയിന്റ്, നമ്മുടെ പ്രയാസങ്ങൾ പ്രതികൂലങ്ങളുടെ മധ്യേ നമ്മുടെ അടുത്ത് വരുന്ന ഒരു കർത്താവ്. We see a Lord who comes near to us when we face trials or problems. അവൻ എപ്പോഴും നമ്മുടെ അരികിൽ തന്നെയുണ്ട്. He's always with us. നമ്മളെ ഉപേക്ഷിക്കാത്ത, കൈവിടാത്ത ഒരു കർത്താവാണെന്ന് നാം വചനത്തിൽ കണ്ടു. He does not leave us comfortless. അവൻ ഈ ലോകത്തിൽ വന്നത് നമ്മെ വിധിപ്പാനല്ല, നമ്മെ രക്ഷിപ്പാനാണ്. He did not come into this world to judge us but to save us. ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ, അതായത് നാം ഓരോരുത്തരും അവനാൽ നിത്യജീവങ്കിലേക്ക് വരുവാനാണ് ദൈവം പുത്രനെ ഈ ഭൂമിയിൽ അയച്ചത്. For the world to be saved through him, that each and every one of us will come to him through his son. That's why he came. യോഹന്നാന്റെ സുവിശേഷം 3:17 നാം കാണുന്നു, ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, മറിച്ച് ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. We see in John chapter 3 verse 17 that for God did not send his son into the world that he might condemn the world, but that the world might be saved through him. അതുപോലെ 1 യോഹന്നാൻ 4:9-10 വാക്യങ്ങളിൽ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനിൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു. We see in 1 John chapter 4 verse 4 verse 9 and 10 that he sent his son so that we might live through him. ഇവിടെയൊക്കെ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെയാണ്. What we see in all these verses is his love for us. തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് നമുക്ക് വേണ്ടി മരിപ്പാനായി ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യവും ദൈവത്തിനില്ലായിരുന്നു. You know, he did not have any need to send his son to this earth to die on our behalf. എന്നാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. But that's how he showed his love. നമ്മുടെ ദൈവം പ്രതിസന്ധികളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന, നമ്മെ വിടുവിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവാണ്. In the midst of trials, we have a Lord who rescues us, who is with us. മൂന്നാമത്തെ പോയിന്റ്, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം. The third thing is that he's the one who does miracles in our life. നമ്മുടെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ എടുത്തു പറയുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. Each and every one of you have different stories to tell about this. ഒരിക്കലും സാധിക്കുകയില്ല എന്ന് നാം വിചാരിക്കുന്ന കാര്യങ്ങളിൽ ദൈവം നമ്മെ വഴി നടത്തുന്നു. When we saw no humanly way possible, we saw him guiding us through those situations. പ്രയാസങ്ങൾ പ്രതികൂലങ്ങളുടെ മധ്യേ മാത്രമല്ല, It's not just in the midst of trials and problems. ഏത് സമയവും ദൈവം നമ്മോട് കൂടെയുണ്ട്, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമുക്കത് അനുഭവിച്ചറിയുവാൻ സാധിക്കും. He's always with us and we can experience that in our lives. അനേക പ്രയാസങ്ങൾ പ്രതികൂലങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ അങ്ങനെ വളരെയധികം പ്രാർത്ഥിക്കുന്ന ഒരാളല്ല. ഒറ്റ വാക്കിൽ അല്ല 2 വാക്കിൽ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. I'm not a one who has long prayers. It's a short sentences that I pray. നമ്മൾ പ്രാർത്ഥിക്കുന്നത്
നമ്മൾ ദൈവത്തെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു രീതിയിലാണ്. ഞാൻ ചിലരുടെ പ്രാർത്ഥന കേട്ടാൽ ദൈവം പോലും ഓടിപ്പോകുന്ന രീതിയിലാണ് നമ്മുടെ You പ്രാർത്ഥന. know, some people pray like they are teaching the Lord himself. Right? നമ്മുടെ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ നമ്മെക്കാട്ടിൽ നന്നായി അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. We know we have a Lord who knows our problems much more than we do. എന്നാൽ ഇന്ന് നമ്മുടെ പ്രാർത്ഥന നമ്മൾ ദൈവത്തെ നമ്മൾ ദൈവത്തെ പഠിപ്പിക്കുകയാണ്. You know, sometimes our prayer becomes a method of teaching. ഇങ്ങനെ ചെയ്യണേ, അങ്ങനെ ചെയ്യണേ. You know, we tell him what to do. ദൈവത്തെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുകയാണ്, അങ്ങനെ ചെയ്യണം. You know, we're telling him how he can resolve this situation for us. എന്നാൽ ദൈവത്തിന് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാം. He knows everything about നമ്മുടെ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളിൽ എങ്ങനെ നമ്മളെ നടത്തണം എന്ന് ദൈവത്തിന് അറിയാം. He knows how to lead us through those trials and tribulations. എന്നാൽ നമ്മുടെ വിശ്വാസത്തോടു കൂടിയ ഒരു പ്രാർത്ഥന അവിടെ ആവശ്യമാണ്. But it requires a prayer of faith. നമ്മൾ വിശ്വസിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക കാര്യമാണ്. The aspect of faith is very important. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നാണ് ദൈവവചനം പറയുന്നത്. You'll see his glory if you believe. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ട് സാധിക്കും. If we have faith in our life, we'll see his glory manifested. അനേക എക്സാമ്പിളുകൾ നമുക്ക് ബൈബിളിൽ തന്നെ കാണുവാനായിട്ട് There's a lot of examples we see in the Bible ഞാൻ itself. നേരത്തെ പറഞ്ഞു ദാനിയേലിന്റെ ജീവിതം. I mentioned the life of Daniel before. പുതിയ നിയമത്തിലേക്ക് അനേക രോഗികളെ അവൻ സൗഖ്യമാക്കി. Even in the New Testament, we see him healing many people who are sick. വിശ്വാസത്താൽ അവന്റെ വസ്ത്രത്തെ തൊട്ട ആൾക്കാർ വരെ സൗഖ്യമാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് By സാധിക്കും. faith, even those who touch his clothes got അവരുടെ എല്ലാം ജീവിതത്തിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. And all of these people, we see they had faith. അതാണ് വിശ്വാസത്തോടു കൂടി ആണ് നമ്മുടെ പ്രാർത്ഥനയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. If we pray with faith in our life, he'll do miracles in our lives. വിശ്വാസം നാം കാണുന്നത് എബ്രായർ 11:1 വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. We see in Hebrews chapter 11 verse 1 about the faith. അതുപോലെ എബ്രായർ 11:6 വിശ്വാസമില്ലാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് നാം കാണുന്നു. In verse 6 of Hebrews 11 it says that it's impossible to please God without faith. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. Faith has utmost importance in Christian living. അതെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. Our God is one who can do miracles in our lives. നാലാമത്തെ പോയിന്റ്, നമ്മളെ വലം കരം പിടിച്ച് നമ്മെ നടത്തുന്ന ഒരു ദൈവം. The fourth point is that he holds us with his right hand. പ്രതികൂലങ്ങളുടെ മധ്യേ നമുക്ക് വലം കരം പിടിക്കുവാൻ നമ്മോട് കൂടെയുള്ള ഒരു ദൈവം. In the midst of the trials, he holds our hands. നമ്മുടെ യാത്രയിൽ നമുക്ക് വീഴാതെ നമ്മളെ വലങ്കരം പിടിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട്. In our journey, for us to not fall, we have a Lord who holds our hands. നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങളുള്ളവർക്കറിയാം, ഒരു പിതാവല്ലേ മാതാവിൽ എപ്പോഴും ആ കുഞ്ഞിന്റെ ഒരു കരം പിടിച്ചിരിക്കും. You know, we know with the young kids, they hold their father or their mother's ആ hand. കുഞ്ഞിന് അത്യാവശ്യം നടക്കാനൊക്കെ അറിയാമെങ്കിലും നമ്മൾ ഒരു പൈതലിന്റെ കരം പിടിച്ചിരിക്കും. Even the kids that know how to walk, we still hold their hand. അതുപോലെയാണ് ദൈവവും. That's exactly how ദൈവത്തിന് അറിയാം നമുക്ക് അത്യാവശ്യം നടക്കാനൊക്കെ അറിയാം. He knows our frame. He knows that we can make our എന്നാൽ way. നമ്മുടെ യാത്രയിൽ നമ്മൾ നടക്കുന്ന വഴികളിൽ അനേക പ്രതിസന്ധികളുണ്ട്. But the way that we are walking, there's lots of trials. അവിടെ നാം വീഴാതിരിക്കുവാൻ നമ്മുടെ വലം കരം പിടിക്കുന്ന, അല്ലെ നമ്മെ വലം കരം കൊണ്ട് നമ്മെ പിടിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് In സാധിക്കും. the midst of us, we have one who holds us so that we may not fall. നമ്മുടെ ദൈവം സ്നേഹവാനായ ദൈവമാണ്. He's a loving God. അവൻ വലം കരത്താൽ അവൻ നമ്മെ പിടിക്കുന്നു. He holds us with his right hand. സങ്കീർത്തനം 118:14 മുതൽ ഉള്ള വാക്യങ്ങൾ നാം കാണുമ്പോൾ, യഹോവയുടെ വലം കൈ ഉയർന്നിരിക്കുന്നത്, യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു. Psalm 118:14. Psalm 118 verse 14 says that അവന്റെ വലം കരം ഉയർന്നിരിക്കുന്നത്, the Lord's right hand is raised, the Lord's right hand performs valiantly. അവന്റെ വലം കരം വീര്യം പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു വലം കരമാണ്. His right hand performs valiantly. അവൻ എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ സാധിക്കും. He's able to rescue us from all the problems. സാത്താന്റെ ബന്ധനങ്ങളെ നമ്മിൽ നിന്ന് അഴിച്ച ദൈവമാണ്. To remove the chains of Satan, he has done that in our life. സാത്താനെ ബന്ധിച്ച ഒരു ദൈവമാണ്. He binds Satan. That's what he's done. നമ്മുടെ പ്രതികൂലങ്ങളിലും നമ്മെ വലം കരം പിടിച്ച് മുന്നോട്ട് നടത്തുവാൻ ദൈവം ശക്തനാണ്. He is strong enough to carry us with his right hand. സങ്കീർത്തനം 37:24 നാം കാണുന്നു, In Psalm 37 verse 24, ഞാൻ വീണാലും നിലംപരിചാകിയില്ല, യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു.
Though he falls, he will not be overwhelmed because the Lord holds his hand. അതുപോലെ യെശയ്യാവ് 41:10 എന്റെ നീതിയുള്ള വലംകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. He holds us with his righteous right hand. We read it in Isaiah 41, verse 10. ഇവിടെ എല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മെ വലംകരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവം. What we see in all these verses is the one who holds us with his right hand and leads us victoriously. എന്ത് തന്നെ പ്രയാസങ്ങൾ പ്രതികൂലങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെങ്കിലും നമ്മെ വലംകരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Whatever problems, trials we have in our life, we see this the Lord who carries us with his right hand. അഞ്ചാമത്തെ പോയിന്റ്, നമ്മുടെ പ്രയാസങ്ങൾ പ്രതികൂലങ്ങളെല്ലാം പരിപൂർണമായി മാറ്റിത്തരുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. And the fifth point is that we have a Lord who can remove all our problems. സങ്കീർത്തനം 46:1 നാം കാണുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത നല്ല തുണയായിരിക്കുന്നു. In Psalm 46 verse 1 we read, God is a refuge and strength, a helper who's always found in the times of നമ്മുടെ trouble. ക്രിസ്തീയ ജീവിതത്തിൽ പ്രതികൂലങ്ങളുടെ മധ്യേ നമ്മുടെ സങ്കേതവും ബലവുമായിട്ട് നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്. We see in the midst of our trials in the Christian living, he is with us. ഏത് പ്രയാസങ്ങളും പ്രതികൂലങ്ങളുടെ മധ്യ വിശ്വാസത്തോടു കൂടിയുള്ള നമ്മുടെ പ്രാർത്ഥന, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഒരു നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. In the midst of trials, when we pray with faith, he never forsakes us. ആപത്തുകൾ, അനർത്ഥങ്ങൾ, രോഗങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ നമ്മുടെ ജീവിതത്തിൽ, It could be sickness, it could be other problems, whatever it could be. ആ ദൈവമുഖത്തേക്ക് നാം വിശ്വാസത്തോടു കൂടെ നോക്കിയാൽ ദൈവത്തിന് ഇതിനൊക്കെയും നീക്കുപോക്കുകൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. When we look unto his face with faith, he can provide a way out. സങ്കീർത്തനം 34:17 നാം കാണുന്നു, നീതിമാൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. Psalm 34 verse 17 we see the righteous cry out and the Lord hears and delivers them from all their troubles. അതുപോലെ യോഹന്നാൻ 16:23 നാം കാണുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് കാണുന്നു. In Romans chapter 16 verse 23 we read, ഇവിടെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ദൈവം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരനായിട്ട്, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റുവാൻ നമ്മുടെ ദൈവം നമ്മോട് കൂടെയുള്ളതായിട്ടാണ്. What we see in all these verses is the one who is with us, able to deliver us from our trials. പ്രിയ ദൈവമക്കളെ, dear believers, നമ്മളും ഒരു വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ ഒക്കെയാണ് നാമും കടന്നു പോകുന്നത്. we face a lot of trials in our daily lives. നമ്മുടെ ജീവിതത്തിലും അനേക പ്രശ്നങ്ങൾ, നാം വിചാരിക്കാത്ത സമയത്ത് അനേക പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും. When we least expect, we face problems. നാം അതിലൊക്കെ തകർന്നു പോകാതെ, so that we may not fall apart in the midst of those trials. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവമേ എന്തുകൊണ്ട് ഇത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു. Sometimes or most times we wonder, Lord, why is this happening in my life? എന്നാൽ ദൈവത്തിന് നമ്മിൽ കൂടെ ചില ഉദ്ദേശങ്ങളായിരിക്കാം. But we see that he has a purpose through us. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടിയായിരിക്കാം. For our faith to increase. നമ്മുടെ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നു. For our prayers that's rooted in faith to reach him. നമ്മുടെ സങ്കേതവും ബലവുമായ നമ്മുടെ ദൈവം, the one who is our refuge and our strength. നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്ന നമ്മുടെ ദൈവം, the one who's nearest to us in the midst of trials. ആ ദൈവത്തിൽ നമുക്ക് തുടർന്നും ആശ്രയിക്കാം. We can trust in that Lord as we move forward. ആ ദൈവത്തിന്റെ ആ ദൈവപാത പിൻപറ്റി നമുക്ക് മുന്നോട്ട് ജീവിക്കാം. We can trust and follow that Lord. അതിനായി ഈ ചെറിയ ആലോചനകളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. And may the Lord enable us with these small thoughts. അവന്റെ തന്നെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May his name be glorified. I'm going to close in prayer. Heavenly Father, we are grateful for this time that we could open up your word and spend a few minutes to be encouraged by this wonderful truth that you carry us with our right hand. And we are grateful for that promise that you will never forsake us, never leave us comfortless. When we have trials, when we face problems, we know that we can trust in you because your right hand is strong to carry us through. And we are grateful that your promise is that you'll not just carry us through the trials, but you'll lead us into your presence. Until then, we are safe in your hands. And thank you for this opportunity again that we've had to spend some time in your word. Bless the rest of the time. In Jesus Christ's precious name we pray. Amen.